സൈന, പ്രസവം നോക്കാൻ ഇനി ആള് വന്നില്ലേ? നീ അല്ലേ പറഞ്ഞ ആരോ വരുന്നുണ്ടെന്ന്? എന്ത് പറയാനാ മുബി, പ്രസവ ദിവസം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞതാണേ. ഇന്ന് പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പൊ 6 ദിവസമായി. ഇന്ന് വീട്ടിലേക്കും കാണാനില്ല, ഹോസ്പിറ്റലിലും കാണാനില്ല. വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. അതാണ് ഇപ്പൊ ആകെ അടങ്ങാറായി. അത് ശരി, ഇനിയിപ്പൊ എന്താ കാട്ടുക? ഇപ്പൊ പണിയോട് പണിയായി എനിക്ക്. പ്രസവിച്ച് കിടക്കുന്ന മോളിനെയും നോക്കണം, മോളുടെ കുട്ടിനെയും നോക്കണം. കുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കരയും. ഇടയ്ക്കിടയ്ക്ക് പോയി അവൾക്ക് എടുത്തു കൊടുക്കണം. പിന്നെ പോരാത്ത ചുടുവെള്ളം വെച്ചു കൊടുക്കണം, പോരാത്ത വീട്ടു പണി. പ്രസവം കഴിഞ്ഞ് 40 ദിവസം കഴിയുമ്പോഴത്തേന് എന്റെ ഒരു പൊടിയും തോന്നിപ്പോയിരുന്നു. നീ നേരത്തെ കൂട്ടി പറയുകയാണെങ്കിൽ ഞാൻ ആരെങ്കിലും ഒന്ന് റെഡിയാക്കി തന്നേനെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. എന്തൊരു മഴയാണ് അല്ലേ? എവിടെ എവിടെ ആരും ഇല്ലേ? അവിടെ ആരോ വന്നിരിക്കും, പോയി നോക്കട്ടെ. ആ ശരി. ആ വരി, ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇതെന്താ ഹോസ്പിറ്റലിലേക്ക് അന്ന് വരാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നില്ല? ഓ, അതെന്റെ ആങ്ങളുടെ മകനെ ഗൾഫിക്ക് പോവാണേ. അപ്പൊ പിന്നെ അത് പോയി കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിന്റെ 40 കഴിയാണ്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ആളിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അവിടെയൊക്കെ നേഴ്സുമാരുണ്ടല്ലോ. വീട്ടിൽ വരുമ്പോഴല്ലേ ആളിന്റെ ആവശ്യമുള്ളൂ. അതാണ് ഞാനിപ്പോ വന്നത്. എന്നാ പിന്നെ ഫോൺ വിളിച്ചാൽ ഫോൺ എടുത്തിട്ട് വന്ന് വിവരം പറഞ്ഞൂടെ? ഫോണൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഒരേ തിരക്കും ബഹളവും. ശരി വരി. ആ, കുട്ടിയും മീൻ കിടക്കുന്നത് ഏത് റൂമിലാണ്? അത് ആ റൂമിലുണ്ട്. ആ, ഞാൻ എന്റെ ബാഗ് എവിടെ വെക്കുക? ആ, ബാഗ് അവിടെ വെച്ചോളൂ. എനിക്കൊരു പ്രത്യേകമായിട്ട് ഒരു റൂം കാണത്തുള്ളൂ എന്റെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രത്യേകം തരാൻ റൂമൊന്നുമില്ല, ആകെ 2 റൂമേ ഉള്ളൂ. ആ ശരി, എന്തെങ്കിലും ചെയ്യപ്പോ വന്നില്ലേ, വന്ന് പെട്ടില്ലേ, ഇനിയിപ്പോ എന്താ കാട്ടുക? പ്രസവിച്ചിട്ട് 6 ദിവസമായില്ലേ? ആ, കുട്ടി വണ്ണമൊന്നുമില്ലല്ലോ. ഇത്തിരി കൂടെ വണ്ണമൊക്കെ വേണം, എന്നാലെന്നെ നന്നാവുള്ളൂ. കുട്ടിക്ക് പേരൊക്കെ ഇട്ടാ? ആ, അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി പറഞ്ഞതാണ് ഫോണിൽ. എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം, അവസാനം ഇതിന് വേണ്ടി തർക്കം വേണ്ടാലോ. അപ്പൊ എനിക്ക് 40,000 രൂപ കുട്ടിന്റെ 40 കഴിഞ്ഞിട്ട് ഞാൻ പോണ സമയത്ത് എനിക്ക് വേണം. അതിലൊരു 20,000 രൂപ അഡ്വാൻസ് ആയിട്ട് എനിക്ക് ഇന്ന് വേണം. എന്റെ മകനിക്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുക്കള പണി നടക്കുന്നുണ്ട് വീട്ടില്, അപ്പൊ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുട്ടിന്റെ ഉമ്മാന്റെയും കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. വീട്ടിൽ ഒരു പണികളും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനിവിടെ പണിക്ക് വന്നതല്ല, ഞാൻ ആദ്യം തന്നെ പറയാം. ഇനിയിപ്പോ അതിന്റെ പേരിലൊരു തർക്കം വേണ്ട. അല്ല, മുന്നേ കുട്ടി എല്ലാം പറയുന്നത് നല്ലതല്ലേ, അപ്പൊ അതാണ് എല്ലാം പറയുന്നത്. പിന്നെ കുട്ടിനെ കാണാൻ വേണ്ടിട്ട് ആരെങ്കിലൊക്കെ വരും, സ്വന്തക്കാരെ. അപ്പൊ അവന്റെ സന്തോഷത്തിന് വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ എനിക്ക് തരും, പൈസ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ തരും. അപ്പൊ നിങ്ങൾ അതൊന്നും പറഞ്ഞ് മുടക്കാൻ പാടില്ല, കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അവരുടെ സന്തോഷമല്ലേ, അവരങ്ങനെ സന്തോഷിക്കണമെങ്കിൽ സന്തോഷിക്കോട്ടെ. നമുക്ക് വാങ്ങണേന് എന്താണ്? അങ്ങനെ അവർക്ക് സന്തോഷം കിട്ടുന്നത് നമ്മളായിട്ട് എന്തിനാ മുടക്കുന്നത്? പിന്നെ 40 കഴിഞ്ഞ് പോകുമ്പോ സ്നേഹമുള്ളവർ എന്തെങ്കിലുമൊക്കെ തരും, സ്നേഹമുള്ളവർ കേട്ടാ. ഞാൻ മുമ്പ് നിന്ന് വീട്ടുന്നേ ഇതാണ്ട 3 കല്ല് വെച്ച ഒരു മോതിരം തന്നതാണ് അവര്. അവർക്ക് നല്ല സ്നേഹമുണ്ട്. അപ്പൊ അതാണ് ഞാൻ വന്നിട്ട് എത്ര നേരമായി. എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തന്നൂടെ? തൊണ്ട വരണ്ടിട്ട് വയ്യ, എന്തെങ്കിലും തരി കുടിക്കാൻ. ആ, ഞാൻ കുടിക്കാൻ എടുത്തിട്ട് വരാം. ഇതാ ജ്യൂസ് കുടിക്കും. ഇതെന്ത് ജ്യൂസാണ്? പൊടി കലക്കിയതൊന്നും അല്ലല്ലോ. അല്ല, അത് മാങ്ങ ജ്യൂസാണ്, ഞാനിപ്പോ അടിച്ചതാണ്. പൊടി കലക്കിയത് എനിക്ക് ഇഷ്ടമേ അല്ലേ. എന്തിനാണ് പൊടിയൊക്കെ കലക്കിയിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് എന്താ കാര്യം? ഫ്രഷ് ജ്യൂസ് തന്നെ ഞാൻ കുടിക്കുള്ളൂ. നീ ഇതിൽ ഇങ്ങോട്ട് നീങ്ങിയിരിക്കേ. കുട്ടി കണ്ട ചരിഞ്ഞു കിടക്കണത്? കുട്ടിനെ ചരിപ്പിക്കണ്ട ഇപ്പൊ തന്നെ. കുട്ടിനെ മലത്തി കിടക്ക്. എന്തിനാ ഇപ്പൊ തന്നെ ചരിച്ചു കിടക്കുന്നത്? കുട്ടിന്റെ ചെവി കണ്ട ഇരുണ്ട കളറ്? ആ ചെവിന്റെ കളർ തന്നെ അവൻ വലുതായി കഴിഞ്ഞാലും ഉണ്ടാവുള്ളൂ. കുട്ടി നിറം കമ്മിയാണ്. പള്ളയിലുള്ളപ്പോ തന്നെ കുങ്കുമപ്പൂ കലക്കി കുടിച്ചൂടെ? ഇനി പിന്നെ കുട്ടി ഇങ്ങനെ ഇരുണ്ട് വരുവോ? ഇത്തിരി വെളുത്തിട്ടുണ്ടാവില്ലേ? ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താണ്? ആ ചെവിന്റെ കളർ തന്നെ കുട്ടി വലുതായാലും ഉണ്ടാവുള്ളൂ. കുട്ടിന് തല കണ്ട ഇനി നീണ്ടു നിൽക്കുന്ന കുന്തം പോലെ? അങ്ങനെയൊന്നും വരാൻ പാടില്ല. നമ്മൾ തലനിങ്ങനെ ഉരുട്ടി എടുക്കണം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, കുളിപ്പിക്കുമ്പോ ഉരുട്ടി വിടാം. എത്ര കിലോ ഉണ്ടായിരുന്നു പ്രസവിക്കുമ്പോ കുട്ടി? 2.25. ഓ, അത്രയുള്ളൂ? ഓ, ഇതൊക്കെ എന്ത്? പ്രസവിക്കുമ്പോ 4-5 കിലോ ഒക്കെ വേണ്ടേ? അതിനെങ്ങനെ? ഭക്ഷണമൊക്കെ നന്നായി കഴിക്കണേ, നല്ല ഉണ്ടാവുള്ളൂ. ഉച്ചത്തേക്ക് എന്തെന്ന് കൂട്ടാൻ? സാമ്പാർ വെച്ചിട്ടുണ്ട്. ഓ, അതാണ് എനിക്ക് പിടിക്കേയില്ല. എനിക്ക് ഇത്തിരി ഇറച്ചി മീനൊക്കെ വാങ്ങട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചോറ് ഇങ്ങോട്ട് തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. ഇത്തിരി ഉണക്ക മീനുണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് പൊരിച്ചു വെക്കും. നീ ഇന്ന് കുളിച്ചിട്ടില്ലാലോ?
എന്നാ പിന്നെ കുട്ടിക്ക് പാലൊക്കെ കൊടുത്തിട്ടേ കുട്ടിന് വേഗം ഉറക്ക്. ഞാൻ അപ്പത്തിന് ചൂടുവെള്ളം വെച്ചിട്ട് വരാം. പ്രസവിച്ച് പെണ്ണുങ്ങളൊക്കെ നേരത്തെ കൂട്ടി കുളിക്കണ്ടേ? ഇതെന്താണ് ഇത്ര നേരമായിട്ട് കുളിച്ചിട്ടില്ല? ഞാൻ പോയി ചൂടുവെള്ളം വെക്കട്ടെ, വേഗം കുട്ടിന് ഉറക്ക്. എന്റെ അമ്മ നല്ല ചൂടുണ്ട് താത്താ, വെള്ളം കലർത്തി നല്ല ചൂടുണ്ടേ, ഇങ്ങനെ ഒഴിക്കണ്ട. ഞാൻ ഇത്ര ചൂട്ടിലൊന്നും കുളിക്കില്ല, ഇത്തിരി വെള്ളം കലർത്തി, നല്ല ചൂടുണ്ട്. നിർത്തി നിർത്തി, ഇങ്ങനെ ഒഴിക്കണ്ടോളി, എനിക്ക് വയ്യ. വെള്ളം ചൂടില്ലാണ്ട് എന്താ കാര്യം? വയറ് കളയാവണ്ടേ? അല്ലെങ്കിൽ കുട്ടിക്കൊണ്ട് എനിക്കായിരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേറെ വീട്ടിൽ പോണ്ടേ? അപ്പൊ പിന്നെ ഞാൻ നോക്കി പോകാൻ ആൾക്കാർ പറയില്ലേ? ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കണം, മനസ്സിലായില്ല? എന്തൊരു കഷ്ടമാണത്. താത്ത താത്ത ഒന്ന് കുട്ടിനെ ഒന്ന് എടുത്തു തരുമോ? താത്ത താത്ത കുട്ടിനെ ഒന്ന് എടുത്തു തരുമോ? ഇങ്ങനെ കടന്ന് കരയാൻ ഉറങ്ങാനും വിടൂല. ഇത് ഉറങ്ങാണല്ലോ. എനിക്കൊന്നും വയ്യ ഉറക്കം ഒഴിച്ചിട്ട് കുട്ടിനെ എടുക്കാൻ വേണ്ടിയിട്ട്. താത്ത താത്ത ഒന്ന് എണിക്കോ? ഇല്ല, എണിക്കില്ല എണിക്കില്ല. താത്ത താത്ത ഒന്ന് എണീക്കോ? ലൈറ്റിന്റെ വെളിച്ചം കൊണ്ട് ഉറങ്ങാനും പറ്റണില്ല. എന്തൊരു കഷ്ടമാണിത്. എന്ത് കരയലാണിത്? താത്ത താത്ത ഒന്ന് എണീക്കോ? അതെ, ഞാനൊന്ന് ബാങ്കിൽ പോയിട്ട് വരാം. ചോറ് കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കുരുമുളക് രസം മാത്രം വെച്ചിട്ടില്ല, അതും കൂടി വെക്കാൻ നിന്ന് ഞാൻ നേരം വരികയും. അപ്പൊ നിങ്ങളൊന്ന് അവൾക്ക് കുരുമുളക് രസം വെച്ച് കൊടുക്കുമോ? ഞാൻ വേഗം വരാം. പിന്നെ എനിക്കൊന്നും വയ്യ, ഞാൻ വരുമ്പോ തന്നെ പറഞ്ഞതാണല്ലോ അടുത്ത പണിയൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ളത്. അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതി, എനിക്കൊന്നും വയ്യ. ഒരിക്കൽ ചെയ്ത് കാണിച്ചാൽ എപ്പോഴും ചെയ്യേണ്ടി വരും. ഞാൻ കുട്ടിന്റെ തളനി മാത്രമേ നോക്കുള്ളൂ. എന്നോടാണ് കളി. എന്നിട്ട് നിങ്ങൾ കുട്ടിനെ നോക്കണില്ലല്ലോ, രാത്രി മുഴുവൻ നിങ്ങൾ ഉറങ്ങണല്ലോ. ആ കുട്ടി കരയുമ്പോ അവളാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കേ, പിന്നെ രാവിലെ ചുടുവെള്ളം വെക്കാൻ എനിക്ക്. നിങ്ങൾ വന്നിട്ട് ആകെ ചുടുവെള്ളം വെക്കൽ മാത്രമേ ഉള്ളൂ. ഒരു മരുന്നുണ്ടാക്കി കൊടുക്കുക, ഒരു ലേഹ്യം ഉണ്ടാക്കി കൊടുക്കുക, ഒന്നും ചെയ്യണമൊന്നുമില്ലല്ലോ. വെറും ചുടുവെള്ളം മാത്രം വെച്ചാൽ മതിയാ? അതിപ്പോ ആരാ മരുന്നൊക്കെ വീട്ടിലുണ്ടാക്കണത്? ഇപ്പൊ എല്ലാം കടയിൽ കിട്ടുമല്ലോ, എല്ലാരും കടയിൽ നിന്ന് വാങ്ങുക തന്നെ. ഇപ്പൊ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടാകുമോ? നിങ്ങളിവിടെ നിർത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഇപ്പൊ ലാഭം? ഒരു ലാഭവും ഇല്ല. നിങ്ങൾക്ക് എന്നെ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞു വിട്ടോളേ. എന്തായാലും എനിക്ക് 40,000 രൂപ വേണം. ഇന്ന് പോയാലും ഇനി 40 ദിവസം കഴിഞ്ഞിട്ട് പോയാലും 40,000 രൂപ എനിക്ക് വേണം. അതാണ് ഞങ്ങളുടെ ഒരു രീതി. എന്ത് 6 ദിവസം നിൽക്കുമ്പോ 40,000 രൂപയാ? ഇത് അവിടെ തന്നെ ആയോ? പിന്നല്ലാണ്ട് എന്റെ ഒരു മാസം പോയില്ലേ. ഇനിയിപ്പോ എനിക്ക് ഈ സമയത്ത് വേറെ ആരിനെ കിട്ടുക? ഇവിടെ 40 ദിവസം നിൽക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ആരിനെ ഏറ്റിട്ടില്ല. അപ്പൊ അതൊക്കെ നഷ്ടം തന്നെയല്ലേ? ഞാനിപ്പോ പോയാലും ഇനി 40 ദിവസം പോയാലും നിങ്ങൾ 40,000 രൂപ തന്നെ തരണം. എന്തൊരു കഷ്ടമാണത്. വെറുതെ നിർത്തണ്ടായിരുന്നു, ഞാൻ തന്നെ നോക്കിയാൽ മതിയായിരുന്നു. ഇവിടുത്തെ എല്ലാ പണികളും ചെയ്തിട്ട് നിങ്ങളിൽ നോക്കേണ്ട ഗതിയാണാണ് ഇപ്പൊ എനിക്ക്. എന്റെ നടു ഓടി ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ. എന്നെ പോലെ ഒരാളിനെ മഷിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ കാരണം എന്തെങ്കിലും വിഷമം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലേ അത് എന്റെ കാരണം കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. മനസ്സിലാണ്ട്? അല്ലാണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം ചെറുപ്പം മുതലേ. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഇതൊരു വല്ലാത്ത കഷ്ടമായല്ലോ. ഇതിനെന്താ വട്ടുണ്ടാ?